ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. മനുഷ്യൻ അന്ത്യനാളിനോടടുക്കുമ്പോൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുകയും വ്യഭിചാരങ്ങൾ റോഡരികിൽ വരെ നടക്കുകയും ചെയ്യുമ്പോൾ ഒന്ന് മാറി നിൽക്കണേ എന്ന് പറയേണ്ട വിധം വ്യഭിചാരത്തിന്റെ സാഹചര്യങ്ങൾ ഈ സമൂഹത്തിന് ധാരാളം കാണേണ്ടി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തമാണത്. ലജ്ജ, ഹയാ, നാണം എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ വിശേഷണം കളഞ്ഞു കുളിക്കുന്ന ഒരു രീതി. പുരുഷന്മാർ അള്ളാഹു കൊടുത്തിട്ടുള്ള സിത്റുകളെ പറിച്ചു ചീന്തുകയും തിന്മ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ തിന്മകളെ വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ, വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന വ്യഭിചാരം എത്ര ആള് കാണുന്നുണ്ടോ ആ കാണുന്ന എണ്ണത്തിനനുസരിച്ച് തന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുത്താൻ വേണ്ടി തിന്മകളെ ആസ്വാദനങ്ങളായി ആഘോഷിക്കുന്ന ഒരു കാലം. എത്ര വലിയ ദുരന്തമാണിത്. ولا تقربوا الزنا إنه كان فاحشة وساء سبيلا. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നബിയേ ഖുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് പറയണേ, യഗുല്ലൂ മിൻ അബ്സാരിഹിം, പല കാഴ്ചകളും അവർ കാണാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് കാഴ്ചകളിൽ ചില കാഴ്ചകൾ കാണുമ്പോൾ അവരുടെ കണ്ണുകളോട് താഴ്ത്താൻ പറയണം. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ രഹസ്യ ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കണമെന്നും പറയണേ നബിയേ. വഖുല്ലിൽ മുഅ്മിനാതി, സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളോടും പറയണം, പെൺകുട്ടികളോടും പറയണം, യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന, അവർക്ക് അനുവദനീയമല്ലാത്ത, അവരുടെ മഹ്റമുകളല്ലാത്ത അന്യപുരുഷന്മാരെ നോക്കരുത് എന്ന് പെൺകുട്ടികളോടും പറയണം നബിയേ. വയഹ്ഫദുന ഫുറൂജഹുന്ന, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവരുടെ ചാരിത്ര്യമാണ്. വ്യഭിചാരം ചെയ്യാതെ ജീവിക്കലാണ്. ആ ഒരു സൗഭാഗ്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ ഏറ്റവും വലിയ അലങ്കാരവും ആഭരണവും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നത് ഇഫ്ഫത്താണ്, അഫാഫാണ്, ചാരിത്രശുദ്ധിയാണ്. ആണിനും പെണ്ണിനും ഒരുപോലെ തന്നെയാണ് ആ വിഷയം. അതുകൊണ്ട് നബിയേ, അവിടെ തനിയായികളോട് കണ്ണിനെ സൂക്ഷിക്കാൻ പറയണം. കണ്ണിലൂടെയാണ് തെറ്റുകളിൽ ഏറ്റവും ബഹുഭൂരിപക്ഷം വരുന്ന തിന്മകളും മനുഷ്യന്റെ കണ്ണിലൂടെയാണ് കടന്നു പോകുന്നത്. അതാണ് ചിന്ത.